ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 11ാമത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. 10 എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഇതിൻ്റെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഫോണ്ടന്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്, അതുപോലെ ഈ സിമ്പിളായിട്ട് ഫോണ്ടന്റിൽ എങ്ങനെ പേര് എഴുതാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി എല്ലാം അറിയുന്ന ആൾക്കുള്ള ക്ലാസ്സില്ല, അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക. ബിഗിനേഴ്സിനുള്ള ക്ലാസ്സാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിതിലൂടെ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ ഫോണ്ടന്റിൽ എങ്ങനെ കളർ ചേർക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റ് ഫോണ്ടൻ്റാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ആഡ് ചെയ്യാം. വൈറ്റ് കളർ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ കളേഴ്സായിട്ടുള്ള ഫോണ്ടൻ്റൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളേഴ്സ് ആഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ബ്ലൂ വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ ചെയ്തെടുക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോണ്ടന്റിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഏത് കളറാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബ്ലൂ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഡ്രോപ്പ് ബ്ലൂ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ബ്ലൂ കളർ ഒരുപോലെ വരുന്നത് വരെ ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ നീട്ടിയിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ആ ഒരു ബ്ലൂ കളർ കിട്ടും. അപ്പോൾ വൈറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഏത് കളറിലും വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കളർ മിക്സ് ചെയ്യുക. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ പരത്തിയെടുക്കുക എന്നൊക്കെ ഞാൻ പറയാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഷുഗർ പേസ്റ്റാണിത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത് കുഴപ്പമില്ല. അത് നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഇതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ബ്ലൂ കളറായിട്ട് വന്നിട്ടുണ്ട്. അത് എല്ലാ ഭാഗത്തും ഒരേ രീതിയിലാവുന്ന വരെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഞാനിപ്പോൾ കുറച്ച് കോൺഫ്ലവർ കൗണ്ടർ ടോപ്പിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റിക്കിനെസ്, ആ ഒരു ഒട്ടൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഐസിങ് ഷുഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കോൺഫ്ലവറൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനത് സിമ്പിളായിട്ട് പറയുന്നത്. പിന്നെ ഇത് മെൽറ്റ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് CMC പൗഡർ, അതുപോലെ ടൈലോസ് പൗഡർ അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഒരു മെൽറ്റായി പോവാതെ കൂടുതൽ സമയം നിൽക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള പൗഡേഴ്സാണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇത് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് പ്രത്യേക മോൾഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു ബട്ടർഫ്ലൈയുടെ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാണ്. പിന്നെ നമുക്ക് ഇതിൽ അടുത്തതായിട്ട് പറയാനുള്ളത്, ഇതിലെങ്ങനെ പേരെഴുതാമെന്നാണ്. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട് നമ്മളിതിൽ പേരെഴുതാൻ വേണ്ടിയിട്ട്. അത് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഞാനിതൊന്ന് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഒരു കുക്കി കട്ടർ വെച്ചിട്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോണ്ടൻ്റ് എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കരുത്. നമ്മൾ പുറത്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് പിന്നെ നമുക്ക് കറക്റ്റായിട്ട് സെറ്റായി കിട്ടില്ല, അത് നല്ല ടൈറ്റായി പോവുകയൊക്കെ ചെയ്യും. അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കാം. നമ്മൾ ഇതൊരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കരുത്. റൂം ടെമ്പറേച്ചറിൽ നല്ല വായു കടക്കാത്ത നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ മാത്രം സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഫോണ്ടൻ്റൊക്കെ യൂസ് ചെയ്യാതെ ഒരു 6 മാസം വരെ കേടാവാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്ത് തന്നെ ഒരു 6 മാസം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. 6 മാസം, ചിലത് 1 വർഷം വരെയൊക്കെ നിൽക്കും. ഇപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് പേരെഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു രീതിയിൽ പേരെഴുതി കൊടുക്കാം. ഇതുപോലത്തെ ഒരു എഡിബിൾ പെന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് കഴിക്കാനൊന്നും ഒരു കുഴപ്പമില്ലാത്ത കളേഴ്സിലുള്ള പെന്നാണ്. അപ്പോൾ ഇതുപോലത്തെ എഡിബിൾ പെന്ന് വാങ്ങിയപ്പോൾ ഇതിന് റേറ്റ് 200-210 രൂപയാണ്. ഇതിന് 2 മൂടികളുണ്ട് കേട്ടോ. 2 സൈഡിലും ഒന്ന് ചെറിയ ടിപ്പാണ്, ഒന്ന് കുറച്ച് വലിയ ടിപ്പുമാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊക്കെ കേക്കിൽ പേരെഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ രീതിയിൽ ഫോണ്ടന്റിൽ നമുക്ക് ഈ ഒരു പെൻ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് പല കളേഴ്സിലും അവൈലബിൾ ആണ്. ഈ ബ്ലാക്ക് മാത്രമല്ല കേട്ടോ, പല കളേഴ്സിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു പേരെഴുതിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഞാൻ ഈ ഒരു സ്റ്റാറിലൊന്ന് പേരെഴുതി കാണിക്കുന്നുണ്ട്. ഈ ഒരു പെന്ന് നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു 6 മാസം വരെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കുഴപ്പമില്ല, 6 മാസം വരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടോ സിമ്പിളായിട്ട് പേരെഴുതാൻ പറ്റും. ആർക്കും എഴുതാൻ പറ്റും ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ.
പിന്നെ നമ്മൾ ഫോണ്ടൻ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ കേക്കിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യരുത്. നമ്മൾ എപ്പോഴാണോ ഡെലിവറി ചെയ്യുന്നത് ആ ഒരു സമയം ഏകദേശം ആവുന്ന സമയത്ത് മാത്രം ഇതൊക്കെ കേക്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം നമ്മൾ കേക്കിൽ വെച്ച് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഈ ഒരു ഫോണ്ടൻ്റൊക്കെ നമുക്ക് എന്താ പറയുക ലൂസായിട്ട് പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് പിറ്റേ ദിവസം കേക്ക് കൊടുക്കാനുള്ളത് തലേ ദിവസം തന്നെ ഫോണ്ടൻ്റ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുക. ഡെലിവറി സമയത്ത് മാത്രം കേക്കിൽ വെച്ച് കൊടുക്കാൻ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ മറ്റു വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ കൂടെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.